നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ ഖാലൂ യാ വൈലനാ من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു ലോകരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്ത് കടന്നു വരുമ്പോ ഖബർ പിളർന്നുകൊണ്ട് ആളുകൾ ഇതാ മഹ്ശറയിലേക്ക് ഓടുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ എത്ര ഊത്തുണ്ട്? 3 ഊതൽ. ഒന്ന് നഫ്ഖത്തുൽ ഫസഅ പേടിപ്പിക്കാനുള്ളത്, രണ്ടാമത്തത് എല്ലാവരെയും മരിപ്പിക്കാനുള്ളത്, മൂന്നാമത്തത് മരിച്ചുപോയി ഖബറിൽ കിടക്കുന്ന ആളുകളെയൊക്കെ പുനർജീവിപ്പിക്കാനുള്ള ഊത്താണ്. മൂന്നാമത്തെ ഊത്തപ്പേ ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. നിർത്താണ്, ഒരു 10 മിനിറ്റിനുള്ളിൽ കഴിയും. ഇരിക്കൂലേ? 10 മിനിറ്റ് ഇരിക്കൂലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. സൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ജനങ്ങൾ മുഴുവനും ഖബർ പിളർന്നുകൊണ്ട് മഹ്ശറയിലേക്ക് എഴുന്നേൽക്കുകയാണ്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യൻ ഇതാ പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ നാശമേ, നല്ല ഉറക്കിലായിരുന്നല്ലോ, ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത്? എന്തിനാണ് ഞങ്ങളെ ഈ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത്? മൻ ബഅസനാ മിൻ മർഖദിനാ. നല്ലതുപോലെ സുഖിമാമാരെ കടന്നുറങ്ങിയിരുന്ന ഞങ്ങളെ ഈ ഖബറിൽ നിന്ന് വിളിച്ചുണർത്തിയത് ആരാണെന്ന് ഓരോ ആളുകളും ഖബറിൽ കിടക്കുന്ന ഖബറാളികൾ ഭൂമുഖത്തേക്ക് വന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് മലക്കുകൾ മുഖേന അല്ലാഹു മറുപടി നൽകുന്നത്, ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ അംബിയാ മുർസലീങ്ങളും ഈ ഭൂമുഖത്ത് കടന്നു വന്നുകൊണ്ട് പ്രബോധനം നടത്തവേ, ഇനി ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. ഈ ദുനിയാവിൽ നിങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ഏതെല്ലാം നന്മകളുണ്ടോ, ഏതെല്ലാം തിന്മകളുണ്ടോ, അതിന് പ്രതിഫലം നൽകുന്ന ദിവസമാണതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി ദൃഷ്ടാന്തം നൽകിയിട്ടുള്ള ദിവസമല്ലേ? ആ ഖിയാമത്ത് നാളാണിത്. അംബിയാ മുർസലീങ്ങൾ വാഗ്ദാനം ചെയ്ത റഹ്മാനാകുന്ന പടച്ചറബ് നിങ്ങൾക്ക് ഏതെല്ലാം നന്മ തിന്മകൾ നിങ്ങൾ ചെയ്താലും അതിന് പരിപൂർണമായി പ്രതിഫലം നിങ്ങൾക്ക് കൈപ്പറ്റാൻ ഉതകുന്ന ഒരു ദിവസം നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ? ആ ലോകാവസാനത്തിന്റെ വിളിയാളമാണ് ഇതാ കടന്നു വന്നത് എന്ന് മലക്കുകൾ പറയുകയാണ്. അല്ലാ അല്ലാ ഇൻ കാനത ഇല്ലാ സ്വൈഹതൻ വാഹിദ ഫഇദാ ഹും ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ. ഒരൊറ്റ അട്ടഹാസമാണ് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ മൂന്നാമത്തെ ഊത്തങ്ങോട് ഊതുമ്പോ ആ ശബ്ദ കോലാഹലത്താൽ ലോക ജനത മുഴുവൻ ഖബറിൽ കടക്കുന്നവർ, ഇന്ന് ജീവിച്ചിരിക്കുന്നവരും വരാനിരിക്കുന്നവരും കഴിഞ്ഞുപോയതുമാകുന്ന ജനകോടികൾ മുഴുവനും മരണപ്പെട്ട് ഖബറിൽ കടക്കവേ ഈ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ഖബർ പിളർന്നുകൊണ്ട് ആളുകൾ ഇതാ മഹ്ശറയിലേക്ക് കടന്നു വരുകയാണ്. ഫൈദാഹും ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ.
എല്ലാവരും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കടന്നു വരുകയാണ്. ഒരാൾ പോലും ഒഴിവാകുകയില്ല, ഒരാൾ പോലും മഹ്ശറയെ തൊട്ട് ഒഴിവാകുകയില്ല. എല്ലാവരും വിചാരണയ്ക്ക് വേണ്ടി കടന്നു വരുകയാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്നമൻ വദഅയദഹു അലംറഅ ലാ തഹില്ലു ലഹു ബിശഹ്വാ. ഈ ദുനിയാവിൽ വികാര വിചാരത്തോടുകൂടി അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കരസ്പർശം നടത്തിയതാകുന്ന ചെറുപ്പക്കാരില്ലേ, വീടിന്റെ അകത്തലങ്ങളിൽ കടന്നു ചെന്ന് അന്യ പെണ്ണാണ് അയൽവാസിയാണ്, അന്യ പെണ്ണാണ് ബന്ധുക്കാരിയാണ്, അന്യ പെണ്ണാണ് കൂട്ടുകാരിയാണ്. എത്രയോ മുസ്ലിം ചെറുപ്പക്കാരി, എത്രയോ സഹോദരങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ സ്കൂളിൽ വിട്ട് കടന്നു വരുന്ന മക്കനെ ഇട്ടതാകുന്ന സഹോദരിമാരെ മടിയിൽ തടത്തിക്കൊണ്ട് ചുംബിക്കുന്നതായ എത്രയോ ചെറുപ്പക്കാരുണ്ട്. ബസ്റ്റാദുകളിൽ കാണുന്ന അശ്ലീലതകളല്ലേ പരസ്യമായി നടുറോഡുകളിൽ, പരസ്യമായി ഒഴിഞ്ഞതാകുന്ന കടമുറികളിൽ, ബീച്ച് റോഡുകളിൽ, അഴീക്കൽ ബീച്ചിലടക്കം, വർക്കല ബീച്ചിലടക്കം ഈ അടുത്ത് എത്രയോ ഫീച്ചറുകളാണ് അതുമായി ബന്ധപ്പെട്ട് കടന്നു വന്നത്. ഒരു കൊടയതാ ചരിച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ പിന്നിലിരുന്നു കൊണ്ട് കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് മറയില്ല. അശ്ലീലമാക്കപ്പെട്ടതാകുന്ന ചെയ്തികളാണ്. എത്രയോ മുസ്ലിം ചെറുപ്പക്കാരികളാണ് 10ാം ക്ലാസ്സിലും +1 ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ ഉമ്മാന്റെ പ്രിയപ്പെട്ട പൊന്നുമോളാണ്, ദീനിയായ ജീവിതം നയിക്കുന്ന പൊന്നുമോളാണ്. ലഹരിക്കടിമപ്പെട്ട യുവത്വത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരികൾ മാറിയില്ലേ. മാരകമാകുന്ന MDMA, LSD അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ അന്യരാക്കപ്പെട്ട ചെറുപ്പക്കാരുടെ കൈകളിൽ നിന്ന് വാങ്ങിക്കഴിച്ച് അവരുടെ കൈവശത്ത് നിന്ന് ലഹരി കിട്ടാൻ വേണ്ടി അവരുടെ പിന്നാമ്പുറങ്ങൾ നടന്ന് അവസാനം അവരുമായി പ്രണയത്തിലായി, അവരുമായി പ്രേമത്തിലായി, അവർ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുക എന്ന തലത്തിലേക്ക് ഈ തലമുറ മാറിയില്ലേ. എത്രയെത്ര പെൺകുട്ടികളാണ് ഗർഭിണികളായത്, എത്രയെത്ര പെൺകുട്ടികളാണ് അബോർഷനാക്കിയത്. വാപ്പയറിയാതെ ഉമ്മയറിയാതെ ഹറാമാകുന്ന തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയതാകുന്ന മുസ്ലിം ചെറുപ്പക്കാരില്ലേ. പാവപ്പെട്ട പെൺകുട്ടികളെ ഈ രീതിയിൽ പീഡിപ്പിച്ച് നശിപ്പിച്ചതായ എത്രയോ ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. എത്രയോ മുസ്ലിം ചെറുപ്പക്കാർക്ക് ലഹരി കൊടുത്തുകൊണ്ടവരെ നശിപ്പിച്ചു കളഞ്ഞതായ യുവാക്കളുണ്ട്, യുവതികളുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ മഹ്ശറിലേക്ക് ചെല്ലുമ്പോ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തുകയാണ്. കത്തിയാളെ നരകത്തെ അല്ലാഹു മുന്നിലേക്ക് കൊണ്ടുവരുകയാണ്. 70,000 മലക്കുകൾ മുഖേന കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ ദർബാറിൽ അല്ലാഹുവിന്റെ തിരുഹദ്റത്തിലേക്ക് കൊണ്ടുവരുകയാണ്. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ ലാ യതകല്ലമൂൻ. അല്ലാഹുവിന്റെ ദർബാറിൽ കോടാനുകോടി മലക്കുകൾ മുഴുവനും സഫായിട്ട് മഹ്ശറിൽ പടച്ച റബ്ബിന്റെ വിചാരണ കാത്തുകൊണ്ട് എല്ലാവരും വിറങ്ങലിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഈ ദുനിയാവിൽ കടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടിയ മനുഷ്യനില്ലേ, കള്ളു കുടിച്ചുകൊണ്ട് അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കരതമലമയർത്തിയിട്ടുള്ള ചെറുപ്പക്കാരാ, നിന്നെ അല്ലാഹു വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അന്നമൻ വദഅയദഹു അലംറഅ ലാ തഹില്ലു ലഹു ബിശഹ്വാ. അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കൈ കൊണ്ടുപോയിട്ടുള്ളതാകുന്ന ചെറുപ്പക്കാരാ, അന്യ പുരുഷന്റേതാകുന്ന ശരീരഭാഷയിലേക്ക് കൈ കൊണ്ടുപോയിട്ടുള്ള പെങ്ങളെ, ഭർത്താവ് അറിയാതെ മറ്റുള്ള പരപുരുഷന്മാർക്ക് വേണ്ടി കിടക്ക വിരിച്ചു കൊടുത്തതായ പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് ലോകരെ പഠിപ്പിക്കുകയാണ്. ജാഅ യൗമൽ ഖിയാമ, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് അവൻ കടന്നു വരുകയാണ്. വയദാഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി, വയദാഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി. അന്യ പെണ്ണിന്റെ ശരീരഭാഷയിലേക്ക് പിടിച്ചമർത്തിയ കൈകളല്ലേ. ബസ്സിൽ, ട്രെയിനിൽ എന്ന് വേണ്ട ഏതെല്ലാം സ്ഥലങ്ങളിൽ നീ രതിക്കിടയിലേക്ക് നിന്റെ കൈകളെ കൊണ്ടുപോയോ, ഈ 2 കൈകളും ചങ്ങല കൊണ്ട് പെരടിയിലേക്ക് വെച്ച് ബന്ധിക്കുകയാണ്. അനങ്ങാ പറ്റില്ല ചെറുപ്പക്കാരാ, അനങ്ങാ പറ്റില്ല പെങ്ങളെ. ഇത് റബ്ബിന്റെ കോടതിയാണ്. തീരുമാനിക്കുന്നത് പടച്ച റബ്ബാണ്. യൗമലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. സമ്പത്തിന്റെ പളവളപ്പ് പടച്ച റബ്ബിന്റെ
പടച്ചറപ്പിന്റെ മുന്നിൽ പറയാൻ പറ്റില്ല. ഞാൻ കോടിക്കണക്ക് രൂപ മെത്ത കച്ചവടം നടത്തിയവനാണ്, ഞാൻ വലിയതാകുന്ന സൗഭാഗ്യമുള്ളവനാണ്, അമ്പരചുംബികളായ മണിമേടകൾ വെച്ചവനാണ്, ഞാൻ മാളിക സൗധങ്ങൾ പണിതുയർത്തിയവനാണ്, എനിക്ക് പോരുവഴി അങ്ങാടിയിൽ എനിക്ക് കടമുറികളുണ്ട്, ഞാൻ കരുനാഗപ്പള്ളി അറിയപ്പെട്ടതാകുന്ന ധനികനാണ്, വലിയ സമ്പന്നനാണ്. എത്ര വലിയ സമ്പന്നതയുടെ ഉത്തുംഗതയിലേക്ക് കടന്നു വന്നവനായിരുന്നാലും 10 മക്കളെ പ്രസവിച്ചിട്ടതാകുന്ന ഉമ്മയായിരുന്നാലും ഒരു സമ്പത്തും ഒരു സന്താനവും പ്രയോജനം ചെയ്യാത്ത ദിനമാണ് ഈ ദുനിയാവിൽ നിനക്ക് SIA, ഈ ദുനിയാവിൽ നിനക്ക് CIA, ഈ ദുനിയാവിൽ നിനക്ക് DYSPA, ഈ ദുനിയാവിൽ നിനക്ക് SPA, ഈ ദുനിയാവിൽ നിനക്ക് DIGA. നിനക്ക് ദുനിയാവിൽ ആരെല്ലാമായിട്ട് ബന്ധമുണ്ടോ? MLAയുമായി ബന്ധമുണ്ട്, MLAയുമായി ബന്ധമുണ്ട്, MP-യുമായി ബന്ധമുണ്ട്, മന്ത്രിമാരുമായി ബന്ധമുണ്ട്, പ്രൈം മിനിസ്റ്ററുമായി കടമയുണ്ട്. എല്ലാവരുമായി എത്രയേറെ ബന്ധമുണ്ടെങ്കിലും ആരും നിനക്ക് ശുപാർശ ചെയ്യാൻ പറ്റൂല. ഒരാളുടെയും ശുപാർശ അല്ലാഹു സ്വീകരിക്കില്ല. അവിടെ സംസാരിക്കണമെങ്കിൽ പടച്ച റബ്ബ് പറയണം. അവിടെ സംസാരിക്കണമെങ്കിൽ നിന്റെ നാവ് കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. നിന്റെ കൈകളാണ് പടച്ച റബ്ബിന്റെ മുന്നിൽ സംസാരിക്കുക. ആ സമയത്ത് വല്ലാത്ത വേദനയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിന്നെ മഹ്ശറിലേക്ക് കൊണ്ടുവരുകയാണ്. ഈ ദുനിയാവിൽ നിന്റെ കൈ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് നീ പിടിച്ചവനാണോ? പെങ്ങളെ, ചെറുപ്പക്കാരാ, നാളെ ഈ കൈകൾ പെരടിയിലേക്ക് വെച്ച് ബന്ധിക്കുകയാണ്. പടച്ച റബ്ബിന്റെ ദർബാറിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ആളുകൾ അവനെ തിരിച്ചറിയും. ഇവൻ ഇന്നാലിന്റെ മനുഷ്യനാണ്, ഇവൻ കരുനാഗപ്പള്ളിയിൽ കുന്നത്തൂർ താലൂക്കിലെ പോരുവഴി ജമാഅത്തിൽപ്പെട്ട ഇന്നാലിന്റെ മനുഷ്യനാണ്. ഇവൻ അന്യ പെണ്ണിനെ പിടിച്ചിട്ടുണ്ട്, ഇവൾ അന്യ ചെറുപ്പക്കാരനെ കടന്നു പിടിച്ചവളാണ്. അതുകൊണ്ടാണ് കൈകൾ ചങ്ങല കൊണ്ട് പെരടിയിലേക്ക് ബന്ധിച്ചിരിക്കുന്നത്. ലോക ജനത മുഴുവൻ മഹ്ശറിലേക്ക് വരുമ്പോ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും കഴിഞ്ഞുപോയവരും നമ്മുടെ ബന്ധുക്കളും കുടുംബങ്ങളും നാട്ടുകാരും കൂട്ടുകാരും ബന്ധുമിത്രാദികളും എല്ലാ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും നിരീശ്വരവാദികളും യുക്തിവാദികളും എല്ലാവരും പടച്ച റബ്ബിന്റെ ദർബാറിൽ വന്നു നിൽക്കുമ്പോ കൈകൾ മുഴുവനും പെരടിയിലേക്ക് വെച്ച് ബന്ധിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫൈൻ ഖബലഹാ, അന്യ പെണ്ണിനെ ചുംബിച്ചവനാണോ? ദുനിയാവിൽ എപ്പോഴെങ്കിലും ഒരു പെണ്ണിനെ നീ ചുംബനം നടത്തിയിട്ടുണ്ടോ? അവളുമായി ലിപ്ലോക്ക് ചെയ്തിട്ടുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖുരിലത് ശഫതാഹു ബിമിഖറലിന്നാർ, 3000 വർഷം രാവും പകലും വെച്ചുകൊണ്ട് ചൂടാക്കിയതായ നരകത്തിലെ കത്രി കൊണ്ട് അവന്റെ ചുണ്ടങ്ങോട് വലിച്ചു നീട്ടുമത്രേ. സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ അവന്റെ ചുണ്ടിനെ വലിച്ചു നീട്ടിയിട്ട് ആ ചുണ്ട് ചൂടുള്ള കത്രി കൊണ്ട് മുറിച്ചു മാറ്റുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അന്യ പെണ്ണിനെ ചുംബിച്ച് മണിക്കൂറുകളും ലിപ്ലോക്ക് ചെയ്ത് നടന്നവനല്ലേ അവളെ ശാരീരികമാകുന്ന ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫൈൻ സനാ ബിഹാ, അന്യ പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടവനാണോ? ചെറുപ്പക്കാരാ, സഹോദരാ, സ്വന്തം ഭർത്താവില്ലാത്ത സമയത്ത് അന്യരാകുന്ന പരപുരുഷന്മാരെ വീടിനുള്ളിലേക്ക് വിളിച്ചു കയറ്റി അവരുമായി കിടക്കയിൽ കടന്നുകൊണ്ട് ശയ്യവലംബിച്ച പെങ്ങളെ, ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ അന്യരാകുന്ന പരസ്ത്രീകളുമായി പുലബന്ധം പുലർത്തിയിട്ടുള്ളതാകുന്ന ചെറുപ്പക്കാരാ, നിനക്ക് നാളെ കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയുമോ? തശ്ഹദു അൽമു ഫഖദിഹിൽ യുസ്റാ, ഇടത് കാലിന്റെ തുടയൽ അല്ലാഹുവോട് വിളിച്ചു പറയുമത്രേ. അല്ലാഹുവോട് സാക്ഷി നിൽക്കുകയാണ്, അല്ലാഹുവോട് പറയുകയാണ്, അന റകിബുത്തുൽ ഹറാം, അന റകിബുത്തുൽ ഹറാം. നിന്റെ ഇടത് കാലിന്റെ തുടയൽ അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുമത്രേ, അല്ലാഹുവേ, എന്റെ ഈ തുടയുടെ ഭാഗം ഹറാമായ തലത്തിലേക്ക് പോയിട്ടുണ്ട്. അല്ലാഹ്, അന റകിബുത്തുൽ ഹറാം,
അന്യ പെണ്ണിന്റെ പൃഷ്ഠഭാഗത്തേക്ക്, അന്യ പെണ്ണിന്റെ ശരീരഭാഗത്തേക്ക്, തുടഭാഗത്തേക്ക് എന്റെ എല്ല് ചേർന്നിട്ടുണ്ട് എന്ന് ഇടതുഭാഗത്തെ തുടയെല്ല് നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ വിളിച്ചു പറയുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതാണ് സൂറത്ത് യാസീനിലൂടെ അല്ലാഹു ലോകരെ പഠിപ്പിക്കുന്നത്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് കളവ് പറഞ്ഞവരെ, ഏപ്രിൽ ഫൂൾ നടത്തിയവരെ, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ കളവ് പറയാനുള്ള സാക്ഷികളുമായി ഈ ദുനിയാവിൽ കൂട്ടുകാരെ കൊല്ലാതെ ചേർത്ത് നിർത്തിയവരെ, കൂട്ടുകാരികൾ അതിനുവേണ്ടി സമന്വയിപ്പിച്ചവരെ, അള്ളാന്റെ ദർബാറിലേക്ക് എത്തുമ്പോ ഈ നാവ് കൊണ്ടിട്ടടിക്കുമ്പോ ഒരു സംസാര ഭാഷയുണ്ട്, അത് നിങ്ങൾക്ക് തിരിയുന്നുണ്ട്. അത് ഈ മൈക്കിലൂടെ കേൾക്കുന്നവരാണ്, ലൈവിലൂടെ കേൾക്കുന്നവരാണ്. എന്നാൽ എനിക്കും നിങ്ങൾക്കും നാളെ അള്ളാന്റെ ദർബാറിൽ എത്തുമ്പോ ഈ നാവിട്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല, ഇത് അടിക്കാൻ പറ്റില്ല. ഈ നാവിനെ അള്ളാഹു സീല് ചെയ്യുകയാണ്. എന്നിട്ട് കൈകൾക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. ഈ നാവിന് പകരം നാളെ അള്ളാന്റെ കോടതിയിൽ സംസാരിക്കുന്നത് കൈകളാ. ഈ നാവിന് സംസാര വൈഭവം നൽകിയ അള്ളാഹു, ഈ നാവിന് സംസാര വൈഭവം നൽകിയ അള്ളാഹു, അതിലൂടെ ഒരു ഭാഷയെ സായക്തമാക്കി തന്ന അള്ളാഹു, ആ നാവിനെ അങ്ങ് സീല് വെക്കുമത്രേ. അള്ളാന്റെ കോടതികൾ സംസാരിക്കുന്നത് കൈകളാണ്. നീ ചെയ്തിട്ടുള്ളതാകുന്ന നന്മകളെ മുഴുവനും നിന്റെ വലത് കൈ വിളിച്ചു പറയുമ്പോ നിന്റെ വലത് കാലിന്റെ തുടയല് നിനക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുകയാണ്. നീ ചെയ്തിട്ടുള്ള തിന്മകൾ മുഴുവനും ഇടത് കൈ വിളിച്ചു പറയുമ്പോ തശ്ഹദു അലമു ഫഖദിഹിൽ യുസ്റാ, നിന്റെ ഇടത് കാലിന്റെ തുടയല് അള്ളാന്റെ മുന്നിൽ സാക്ഷിപത്രമാകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഒന്നാലോചിച്ച് നോക്ക്, നമ്മുടെ നിയ്യത്ത് എന്താ സഹോദരങ്ങളെ? നമ്മുടെ മനസ്സിൽ ഇഖ്ലാസ് ഇല്ല, താല്പര്യമില്ല. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം എത്തി ഒരു 5 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. നമുക്ക് ദീനി നസീഹത്ത് കേൾക്കാൻ സമയമില്ല, ദുആയിൽ ഇരിക്കാൻ സമയമില്ല, ദുആയിൽ ഭാഗഭാക്കാകാൻ സമയമില്ല, ഖുർആൻ കേൾക്കാൻ സമയമില്ല, ഇതിനൊന്നും നമുക്ക് സമയമില്ല. നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, വളരെ കുറഞ്ഞ സമയം മാത്രമാ അല്ലാഹുവിനെ ഓർക്കുന്നത്, അല്ലാഹുവിനെ സ്മരിക്കുന്നത്. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് നിസ്കരിക്കുക, കുറഞ്ഞ സമയം മാത്രം ഓർക്കും. പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഇത്തരക്കാരായ ആളുകൾ, നമസ്കാരത്തെ പാഴാക്കുന്നതായ ആളുകൾ, അതിനെ ഗൗനിക്കാത്ത ആളുകളില്ലേ, നമസ്കരിക്കാൻ വേണ്ടി നിലകൊണ്ടാൽ തന്നെ അലസതയാണ്, മടിയാണ്. അത്തരക്കാരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക നരകമാണ്, നരകമാ. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ. 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതാക നരകമില്ലയോ, ആ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കപട വിശ്വാസികളായ ആളുകൾക്ക് വെച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ. 3000 വർഷം രാവും പകലും അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിച്ചുകൊണ്ട് പടച്ചുണ്ടാക്കിയതായ നരകമില്ലേ, ആ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് ഈ ദുനിയാവിൽ നമസ്കാരത്തെ പാഴാക്കി കളയുന്ന, നമസ്കാരത്തെ അലസതയോടുകൂടി കാണുന്ന, എത്രയും വേഗം നമസ്കരിച്ചുകൊണ്ട് സലാം വീട്ടി ഓടുന്നതായ, നമസ്കാരത്തോട് അലംഭാവം വെക്കുന്ന സഹോദരി, അതിനോട് ശ്രദ്ധ വെക്കാത്ത മുസ്ലിം ചെറുപ്പക്കാരാ, നരകത്തിന്റെ അടിത്തട്ടാണ് അല്ലാഹു നിനക്ക് നൽകുക എന്ന് വിശുദ്ധമായ ഖുർആൻ. വലാ തജിദ ലഹും നസീറാ, അല്ലാഹുവിന്റെ സഹായം അവർക്കുണ്ടാവുകയില്ല എന്നും വിശുദ്ധമായ ഖുർആൻ. റബ്ബിന്റെ സഹായം ഉണ്ടാവുകയേ ഇല്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കണം. എന്തിനാണ് നമ്മൾ ഈ അമൽ ചെയ്യുന്നത്? എന്തിനാ പള്ളിയിൽ പോകുന്നത്? എന്തിനാ വുളു എടുക്കുന്നത്? എന്തിനാ ഈ സമയം കളയുന്നത്? നിസ്കരിക്കാനാണ്. എന്തായാലും നിസ്കരിക്കാൻ പോവാണ് പള്ളിയിൽ, എന്നാ ഒരല്പം നേരത്തെ പോകാൻ സഹോദരങ്ങൾ.
അതിന്റെ അവ്വൽ വഖത്ത് ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ബാങ്ക് വിളിച്ച ഉടനെ നിസ്കരിക്കൻ. നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം അതാണ്, ഏറ്റവും വലുതാണ്. ഇന്ന സ്വലാത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നമസ്കാരം എന്ന് പറയുന്ന മഹിതമാകുന്ന അമൽ എപ്പോഴെങ്കിലും നമസ്കരിച്ചാൽ അല്ലാഹു സ്വീകരിക്കില്ല, അത് അവ്വൽ വഖത്തിലാകണേ. ഇന്ന സ്വലാത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നമസ്കാരം എന്ന് പറയുന്നത് സമയബന്ധിതമാണ്, സമയബന്ധിതമാണ്. കൃത്യമായി നമസ്കരിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അത് എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന അമലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, എല്ലാ പ്രവാചകന്മാരും നിസ്കാരത്തെ ഗൗനിച്ചിരുന്നു. എല്ലാ അംബിയാ മുർസലീങ്ങളും അവരുടെ ഉമ്മത്തും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താകുന്ന നമുക്ക് മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിനെ കണ്ട് തിരിച്ചു പോകുമ്പോൾ പ്രവാചകരുടെ കൈവശം നമുക്ക് സമ്മാനമായി നൽകിയ ഈ നിസ്കാരത്തെ വൃഥാവിലാക്കരുത്, പാഴാക്കരുത്. ഇത് അല്ലാഹുവിനെ കാണാൻ കിട്ടിയ അവസരമാണ്. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, മൻ സറഹു അയ്യൽഖല്ലാഹ അസ്സ വജല്ല ഫൽയുഹാഫിദ് അലാ സ്വലവാതിൽ ഖംസ. ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിനെ നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണാൻ ആരൊരുവൻ ഇഷ്ടം വെക്കുന്നുവോ അവൻ നമസ്കാരത്തെ ശ്രദ്ധിക്കട്ടെ, 5 വഖത്ത് നമസ്കാരത്തെ ഗൗനിക്കട്ടെ എന്ന് നബിയു അല്ലാഹുവിനെ കാണലാണ് ഏറ്റവും വലിയ തൗഫീഖ്. കാരണം അല്ലാഹുവാണ് നമ്മളെ പടച്ചത്, സൃഷ്ടിച്ചത്. ആകാശഭൂമികളെ പടച്ചത് അല്ലാഹുവാണ്, സ്വർഗത്തെ പടച്ചത് അല്ലാഹുവാണ്. കാരുണ്യത്തിന്റെ പ്രവാചകനാകുന്ന സൗന്ദര്യ സ്വരൂപത്തിന്റെ വ്യക്തിത്വമാകുന്ന അഷ്റഫുൽ ഖൽഖ് നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടച്ചതും അല്ലാഹുവാണ്, അല്ലാഹുവാൻ. ഈ ലോകത്തുള്ള കാണാൻ കൗതുകമുള്ള ഏതെല്ലാം വസ്തുക്കളുണ്ട്, കണ്ണിന് ആനന്ദകരമാകുന്ന പാർക്കുകളുണ്ട്, മാളുകളുണ്ട്, എത്രയോ നല്ല പൂന്തോട്ടങ്ങളുണ്ട്. അതിനെയൊക്കെ അല്ലാഹുവാണ് പടച്ചത്. അപ്പൊ സ്വർഗം എത്ര മനോഹരമാണ്. ഈ സ്വർഗത്തെയും പടച്ചത് അല്ലാഹുവാണ്. അപ്പൊ അല്ലാഹു എത്ര കാണാൻ കൗതുകമുള്ള വ്യക്തിയാണ് എന്നാലോചിച്ച് നോക്ക്. റബ്ബാണ് ഏറ്റവും സൗന്ദര്യമുള്ളവൻ. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല. അല്ലാഹു സൗന്ദര്യവാനാണ്, അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് നബിയോനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിനെ കാണാനുള്ള കണ്ണ് നമുക്കുണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് വേണം? നമ്മൾ ഈ ദുനിയാവിൽ ഹറാമ് കാണാതെ നമ്മൾ നിലകൊള്ളണം. ഹറാമിലേക്ക് നമ്മുടെ അവയവങ്ങളെ കൊണ്ടുപോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നസീബാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമുക്ക് വിജയം നസീബാക്കുമാറാവട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഹു സ്വലാത വത്തബഉ ശഹവാത് ഫസൗഫ യൽഖൗന ഗയ്യാ. ദുനിയാവിൽ അല്ലാഹുവിന്റെ കൽപ്പനകളെ പരിപൂർണമായി അവഗണിച്ചുകൊണ്ട്, കല്ല് കുടിച്ചുകൊണ്ട്, വ്യഭിചരിച്ചുകൊണ്ട്, സിനിമ കണ്ടുകൊണ്ട്, സ്വന്തം ശരീരത്തിൻ്റെതാകുന്ന ഇംഗിതങ്ങളെ, താല്പര്യങ്ങളെ പരിപൂർണമായി പിൻപറ്റി ജീവിക്കുന്ന ആളുകളില്ലേ, നമസ്കാരത്തെ പരിപൂർണമായി ഒഴിവാക്കി അതിനെ പിന്തിക്കുന്നതായ ആളുകളില്ലേ, അവർക്ക് തീർച്ചയായും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് കത്തിയാളുന്ന നരകത്തെ മുന്നിൽ വിചാരണ ചെയ്യുമ്പോ ഫസൗഫ യൽഖൗന ഗയ്യാ, അവരെ അല്ലാഹു നരകത്തിന്റെ ഒരു ചെരുവിട്ടിലിട്ടുകൊണ്ട് അവരെ പ്രയാസപ്പെടുത്തുമേ. നരകത്തിന്റെ ഒരു ചെരുവാണ് അല്ലാഹു അവർക്ക് നൽകുക എന്ന് വിശുദ്ധമായ ഖുർആൻ. വാദിൻ ഫീ ജഹന്നം എന്ന നരകത്തിന്റെ ഒരു ചെരുവ്, ഒരു ഭാഗമാണ് ഗയ്യ് എന്ന് പറയുന്ന പ്രദേശം.
അതാർക്കാ കൊടുക്കുക? നിസ്കാരത്തെ പിന്തിക്കുന്നവർക്ക്. മനസ്സിലാക്കണം, നിസ്കരിക്കുന്നുണ്ട് പക്ഷെ നിസ്കാരത്തെ സമയത്ത് നിസ്കരിക്കൂല. സുബഹി ളുഹറിലേക്ക് പിന്തിക്കും. എത്രയോ കച്ചവടക്കാരുണ്ട്, എത്രയോ മുതലാളിമാരുണ്ട്. ളുഹർ മിക്ക സഹോദരിമാരും അസറിന്റെ സമയത്ത് നിസ്കരിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്. വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. നിസ്കാരത്തെ കബൂലാക്കില്ല എന്ന് മാത്രമല്ല, അങ്ങനെ സ്ഥിരമായി നിസ്കരിച്ചാൽ ഒയ്യിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. എന്താ ഒയ്യ്? വാദിൻ ഫീ ജഹന്നം, നരകത്തിന്റെ ഒരു ചെരുവാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. രാവിലെ സ്കൂളിലേക്ക് പോകും, ബാഗ് തൂക്കി, ളുഹറും ഇല്ല അസറും ഇല്ല. മിക്ക ആളുകൾക്കും പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. വിദ്യാർത്ഥിനികൾ വളരെ ശ്രദ്ധിച്ചോ. 7 വയസ്സെത്തുമ്പോൾ നിസ്കരിക്കാൻ നിങ്ങളോട് പറയുകയും 10 വയസ്സെത്തുമ്പോൾ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കുകയും ചെയ്യണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതിനാർക്കും വ്യത്യാസമില്ലല്ലോ. പ്രായപൂർത്തി എത്തിയ തല മുതൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. നിങ്ങളുടെ ഓരോരുത്തരും സ്വന്തം ശരീരത്തോട് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടതാണ് നിസ്കാരം. എത്ര നിസ്കാരങ്ങളാണ് നിങ്ങൾ ഈ പഠന കാലയളവിൽ പാഴാക്കിക്കളഞ്ഞിട്ടുള്ളത് എന്ന് ചിന്തിക്ക്. നിസ്സാരവൽക്കരിച്ചത് എന്ന് ചിന്തിക്ക്. അതൊക്കെ പിന്നെ ആവാം, പ്രായമാകുമ്പോൾ നിസ്കരിക്കുക, അതൊന്നും വലിയ വിഷയമില്ല എന്ന് കരുതുന്നവർ, നമസ്കാരത്തെ പിന്തിക്കുന്ന ആളുകൾക്ക് തന്നെ നരകത്തിന്റെ ഒരു ചെരിവുണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ നമസ്കരിക്കാതെ പോകുന്നവർക്കോ എത്ര വലിയ ശിക്ഷ ഉണ്ടാവും. قال رسول الله صلى الله عليه وسلم, നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ തറക സ്വലാത മുതഅമ്മിദാ, ആരെങ്കിലും നമസ്കാരം മനഃപൂർവ്വം ഒഴിവാക്കിയാൽ കതബല്ലാഹു ഇസ്മഹു അലാ ബാബിന്നാർ, നരകത്തിന്റെ വാതിലിന്മേൽ അവന്റെ പേര് അല്ലാഹു രേഖപ്പെടുത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തിലേക്ക് നീ കടക്കേണ്ടത് ഏത് നരകത്തിലാണോ ആ നരകത്തിന്റെ വാതിലിന്മേൽ നിന്നെ പേരുണ്ടാകുമേ. നിനക്ക് വേണ്ടി ആ നരകമിതാ കാത്തിരിക്കുകയാണ്. നീ നിസ്കാരത്തെ മനഃപൂർവ്വം ഉപേക്ഷിച്ചവനല്ലേ, നമസ്കാരത്തെ മനഃപൂർവ്വം ഉപേക്ഷിച്ചതാകുന്ന സഹോദരിയല്ലേ, പരിശുദ്ധമായ റമദാൻ വന്നിട്ട് പോലും നമസ്കാരത്തെ ശ്രദ്ധിക്കാതെ പോകുന്ന സഹോദരിമാരില്ലേ, സഹോദരങ്ങളില്ലേ, കച്ചവടക്കാരില്ലേ, ചെറുപ്പക്കാരില്ലേ, കളിതമാശയിലേർപ്പെട്ടുകൊണ്ട് ജീവിതം ഹോമിക്കുന്നതായ യുവാക്കളില്ലേ, യുവതികളില്ലേ, വൈകുന്നേര സമയങ്ങളിൽ ഇന്ന് ടറഫുകൾ ഉയരുകയാണ്. 1000 രൂപ കൊടുത്തിട്ട് ഒരു കളിക്കൂട്ടുകാരുമായിട്ടൊരുമിച്ച് ക്രിക്കറ്റും ഫുട്ബോളും കളിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. മഗ്‌രിബിന്റെ സമയത്ത് തുടങ്ങുന്നത് സുബഹി വരെ ടറഫുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ആഖിറം നഷ്ടമാ മൻ തറക സ്വലാത മുതഅമ്മിദാ, നമസ്കാരത്തെ മനഃപൂർവ്വം ഉപേക്ഷിച്ചുകൊണ്ട് നടന്നാൽ കതബല്ലാഹു ഇസ്മഹു അലാ ബാബിന്നാർ, നരകത്തിന്റെ വാതിൽമേൽ അവന്റെ പേര് എഴുതുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു കാക്കുമാറാവട്ടെ. നരകത്തിൽ കടക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ? മനഃപൂർവ്വം ഒഴിവാക്കിയാൽ തീർന്നു. ഇത് നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നിസ്കാരത്തെ എപ്പോഴും എങ്ങനെയാ പിന്തിച്ച് നിസ്കരിക്കും. മിക്ക സഹോദരിമാരും ളുഹർ നിസ്കരിക്കുന്ന എപ്പോഴാ? അസർ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു 3:30-4 ആവുമ്പോ പതുക്കെ മുസല്ല വിരിച്ച് റെഡിയാവും. ഹനഫി ആണെങ്കിൽ അങ്ങനെ, ഷാഫി ആണെങ്കിൽ അതിനനുസരിച്ച്. ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പേ കുളിച്ച് റെഡിയാവുള്ളൂ. താത്ത സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അസർ കൂടെ നിസ്കരിക്കണം. അങ്ങനത്തെ ഒരു ശൈലി എല്ലാ ദിവസവും അങ്ങനെ. എന്തേ അങ്ങനെ? ജോലി തിരക്കാണ്. അപ്പൊ മുൻഗാമികളായ സഹോദരിമാർക്കൊന്നും ജോലി ഇല്ലായിരുന്നു, നിങ്ങൾക്ക് മാത്രം ഇപ്പൊ ജോലി വന്നോളൂ. ജോലികളൊക്കെ കറക്റ്റായിട്ട് ഒതുക്കി വെക്ക്, വുളൂ ചെയ്യ്, നല്ല റാഹത്തായിട്ട് നിസ്കരിക്ക്. ബാങ്ക് വിളിച്ചാൽ ഉടനെ അവ്വൽ വക്കത്ത് നിസ്കരിക്ക്. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള പണികൾ. നിസ്കാരത്തെ മുൻനിർത്തിക്ക്, അത് കഴിഞ്ഞിട്ട് മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്ക്. വാപ്പാ ഉമ്മ നിങ്ങളുടെ കടമയാണത്. وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട്, മക്കളോട്, കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കണേ, കൽപ്പിക്കണേ, ഞാനാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്. നിങ്ങളുടെ റിസ്ക് കൃത്യമായി കിട്ടണമെന്നോ, വീട് വേണ്ടവരെ, വാഹനം വേണ്ടവരെ, ജീവിതത്തിന്റെ ഉപാധികൾ അടുപ്പിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരെ, അന്നത്തിന് വേണ്ടി രാപ്പകൽ
ഓടുന്ന മുസ്ലിമേ, നിനക്ക് 5 വക്ത് നമസ്കരിക്കാൻ കഴിയുകയും നിന്റെ കുടുംബത്തോട് കൽപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുവാൻ, അവരെ കൊണ്ട് നമസ്കരിപ്പിക്കുവാനും നിനക്ക് സാധിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് നൽകുമെന്ന് വിശുദ്ധമായ ഖുർആൻ. വഅമുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. നാം നിങ്ങൾക്ക് റിസ്ക് നൽകാം. നിങ്ങൾ കൃത്യമായി എന്ത് വേണം? നിസ്കാരിക്കണം. നിസ്കാരം കൊണ്ട് കുടുംബത്തോട് കൽപ്പിക്കണം. മക്കളെ കൊണ്ട് ഭാര്യയെ കൊണ്ട് നിസ്കരിപ്പിക്കണം. അല്ലാഹ് പറയാ, വീട്ടുകാരൊക്കെ നിസ്കാരം കറക്റ്റാക്കി അല്ലാഹ് റിസ്ക് നൽകും. അല്ലാഹയാണ് റാസിഖ്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, നല്ല വീട്, നല്ല വാഹനം ഒക്കെ റെഡി വേണ്ടേ? ഒക്കെ സെറ്റാക്കി തരും. എന്റെ മെത്തക്കച്ചവടമൊക്കെ സെറ്റാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. എന്ത് വേണം? 5 വക്തത്തെ നിസ്കാരം, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി പരിപാടി. അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ ويعلم مستقرها ومستودعها كل في كتاب مبين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്തിനെ സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്നതായ ജഗന്നിയന്താവായ അല്ലാഹു ഈ ലോകത്തുള്ളതാകുന്ന എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും ആഹാരം നൽകാൻ കൽപ്പുള്ളവനാണ്. അല്ലാഹുവാണ് റിസ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കടലിന്റെ അകത്തളത്തിലൂടെ നീതി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം, ആ തിമിംഗലത്തിന് ആരാ ഫുഡ് കൊടുക്കുന്നത്? അല്ലാഹുവാണ്. നമ്മളെല്ലാം കൊടുത്തിട്ടാണ് അതിന്റെ വയറ് നിറയുന്നത്? അല്ല. എത്രയോ കോടാനുകൂടി മൃഗങ്ങളുണ്ട്, എത്രയോ കോടാനുകൂടി പക്ഷിപ്പറവാദികളുണ്ട്. ഒക്കെ അല്ലാഹു റിസ്ക് കൊടുത്തോണ്ടിരിക്കുക. പിന്നെ നിനക്കാണ് ഫുഡ് തരാൻ. അരച്ചാണ് വയറ് നിറയ്ക്കുക. അല്ലാഹു എത്ര മണിയെന്താ? നീ റബ്ബിന് സുജൂദ് ചെയ്യ്, റബ്ബിന് സുജൂദ് ചെയ്യ്. എങ്കിലും നിന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു തൗഫീഖാക്കി തരും, ഉറപ്പാക്കി റാഹത്താക്കി തരും. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ തയ്യാറാകണം. റബ്ബുമായിട്ട് അടുക്കണം. ആ ബന്ധമില്ല. ഇപ്പോ രാവിലെ കച്ചവടം എന്ന് പറഞ്ഞ് ഇറങ്ങി വണ്ടിയിൽ ഇറങ്ങിയിരിക്കുകയാണ്, ബാങ്ക് വിളിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, തെറ്റ് പറത്തി വിടുകയാണ്. 2 തലയണ കൂടെ പോട്ടെ എന്ന് പറയുന്നത്. യാ അല്ലാഹ്, അവസാനം പോയി കിടക്കേണ്ട സ്ഥലം പോകണ്ട. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ആഖിറം കരഗതമാക്കണം. ദുനിയാവിലൂടെ ആഖിറം രക്ഷപ്പെടുത്തിയെടുക്കണം. ഇല്ലെങ്കിൽ പോയി എല്ലാം നഷ്ടപ്പെടും. ദുനിയാവിലൂടെ ആഖിറം കരഗതമാക്കാൻ പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. دعا رسول الله صلى الله عليه وسلم نبينا رسول الله صلى الله عليه وسلم തങ്ങൾ ദുആ ചെയ്യുകയാണ്, اللهم لا تدع فينا شقيا ولا مطرودا ولا محروما. അല്ലാഹുവേ, പരാജയത്തിന്റെ വാഹകരെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കരുത് അല്ലാഹ്. പരാജയത്തിന്റെ വാഹകരെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. സ്വഹാബത്ത് മുഴുവനും ആമീൻ പറയുകയാണ്. നബി തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, യാ സ്വഹാബ അതദറൂന മൻ ശഖിയുൽ മഹ്റൂം. പരാജയത്തിന്റെ വാഹകർ ആരെന്നറിയുമോ സ്വഹാബ? സർവ്വ അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാക്കപ്പെട്ട പരാജയത്തിന്റെ വാഹകര് ആരെന്നറിയുമോ സ്വഹാബ? ഇല്ല എന്ന് നബി തങ്ങളോട് സ്വഹാബത്ത് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ നമസ്കാരത്തെ ഉപേക്ഷ വെച്ചുകൊണ്ട് നടക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ, മുസ്ലിമത്തുണ്ടോ, നമസ്കാരത്തെ ഗൗനിക്കാൻ നടക്കുന്ന കച്ചവടക്കാരുണ്ടോ, ബിസിനസ്സുകാരുണ്ടോ, അധ്യാപകരുണ്ടോ, വിദ്യാർത്ഥികളുണ്ടോ, അവരാണ് റബ്ബിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാക്കപ്പെട്ടവർ. അവർ പരാജയത്തിന്റെ വാഹകരാണ്. അവരെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ദുആ ചെയ്യാൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആ ഖൗമിനെ ഉൾപ്പെടുത്തരുതേ എന്ന്. തീർന്നില്ലേ?
ഇദാ ദഖല ശഅബാൻ, പരിശുദ്ധമായ ശഅബാൻ മാസം കടന്നു വന്നാൽ ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, തഹിറൂ തഹിറൂ അൻഫുസകും, നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ നന്നാക്കേണ്ട മാസമാണ്, ശുദ്ധികലശം നടത്തേണ്ട മാസമാണ്. വഅഹ്സിനൂ നിയതകും ഫീഹി, ഈ പവിത്രമായ മാസത്തിൽ നിങ്ങൾ ധാരാളം അമലുകൾ ചെയ്യുകയും നിങ്ങളുടെ നിയ്യത്തിനെ നന്നാക്കേണ്ട മാസമാണ്. നല്ല നിയ്യത്തോടു കൂടി വേണം റമളാനെ നിങ്ങൾ സമീപിക്കാൻ. സയ്യിദുനാ റസൂലുള്ളാഹി നിയ്യത്ത് നന്നാക്കേണ്ട മാസം ശഅബാൻ. നബി തങ്ങൾ ശഅബാൻ വരുമ്പോ സ്വഹാബത്തിനോട് പറയാറുള്ള ഡയലോഗ, 1400 വർഷം മുമ്പ് നബി തങ്ങൾ സ്വഹാബത്തിനോട് ഈ മാസം വിളംബരം ചെയ്തത് 1400 വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറം നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. തഹീറു അൻഫുസകും, സ്വന്തം ശരീരത്തിനെ നിങ്ങൾ നന്നാക്കണം, ശുദ്ധികലശം നടത്തണം, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് കുറ്റമറ്റ ജീവിതം ഇനി നയിക്കാൻ തയ്യാറാകണം, തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങണം. ശരീരത്തെ ശുദ്ധിയാക്കുക, നിസ്കാരം കറക്റ്റാക്കുക, ഇനിയുള്ള ജീവിതത്തിൽ നന്നായി ജീവിക്കാമെന്ന് പടച്ചറബിനോട് നസൂഹായ തൗബ ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും കാലം എന്തായാലും തെമ്മാടിയായി ജീവിച്ചു, കള്ളു കുടിച്ചു, വ്യഭിചരിച്ചു, സിനിമ കണ്ടു, സീരിയൽ കണ്ടു, ഹറാമായ തലത്തിലേക്ക് കണ്ണുകൊണ്ടുപോയി, കാതുകൊണ്ടുപോയി, അശ്ലീല ഭാഷണം നടത്തി, രാത്രിയെ വലീമസമാക്കി. ഇനിയെങ്കിലും എനിക്ക് ആഖിറ കരഗതമാകണം, ഈ ചിന്ത വരണം നമുക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ചിന്തയിലേ പോയി ഇനിയെങ്കിലും തൗബ ചെയ്യണമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നമത് തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم فأولئك يتوب الله عليهم وكان الله غفورا رحيما وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن قال إني تبت الآن. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരെ പഠിപ്പിക്കുകയാണ്. തൗബ ചെയ്യുന്ന മുസ്ലിമേ, ആരുടെ തൗബയാണ് അല്ലാഹു സ്വീകരിക്കുക, ആരുടെ പശ്ചാത്താപമാണ് അല്ലാഹു സ്വീകരിക്കാതിരിക്കുക. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു അടയാളപ്പെടുത്തുകയാണ്. കാത് കൊടുത്തുകൊണ്ട് കേൾക്കണേ മുസ്ലിമേ, ഹൃദയം കൊടുത്ത് ചിന്തിക്കണേ മുസ്ലിമേ. ഈ രാത്രി നിനക്ക് നന്നാവാനുള്ള രാത്രിയാ. പരിശുദ്ധമായ ശഅബാനിന്റെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സുദിനങ്ങളിലൂടെയാണ് നാം കടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, പടച്ചറപ്പേ, ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നിന്നിലേക്ക് തൗബ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇന്നമത് തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന السوء بجهالة. അറിവില്ലായ്മ കൊണ്ട് പാപപങ്കുലമാകുന്ന കരങ്ങളുമായി നിലകൊണ്ടിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, തെറ്റുകളിലേക്ക് വഴുതി വീണതാകുന്ന ചെറുപ്പക്കാരികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹ് പറയുകയാണ്, അവർ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. തെറ്റിലേക്ക് പോയവരെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം മിൻ കുല്ലി ദംബിൻ അദീം വഅതൂബു ഇലൈഹി. ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിനോട് ഞാൻ പാപമോചനത്തിനർത്ഥിക്കുന്നു, ഇനി ഒരു തെറ്റും ഞാൻ ചെയ്യില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് പരിപൂർണമായി പാടെ ഒഴിഞ്ഞു നിന്ന് അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലണേ. അല്ലാഹ് ഖുർആനിലൂടെ പറയുകയാണ്, ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം. അവരുടെ തൗബയെ അല്ലാഹു സ്വീകരിക്കുന്നതാണ്, അവരുടെ തൗബയെ അല്ലാഹു കബൂലാക്കുന്നതാണ്. കാരണം ജീവിതത്തിൽ കള്ളു കുടിച്ചവനാണ്, ജീവിതത്തിൽ സിനിമ കണ്ടവനാണ്, ജീവിതത്തിൽ അന്യ പെണ്ണുമായി ചാറ്റിംഗ് നടത്തിയവനാണ്, അന്യ പെണ്ണാണ്, അന്യ ഭർത്താവ് അറിയാതെ കാമുകനുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തിയവളാണ്. രാത്രിയിൽ വീടിന്റെ പിന്നാമ്പുറത്തെ കതക് തുറന്നിട്ട് അന്യ ചെറുപ്പക്കാരെ വീട്ടിനുള്ളിൽ ക്ഷണിച്ചു വരുത്തിയിട്ട് അവനുമായി ശാരീരിക ബന്ധത്തിൽ
ഏർപ്പെട്ടു പോയവളാണ്. അല്ലാഹുവേ വലിയ തെറ്റാണ് ചെയ്തത്, അറിവില്ലാതെ ചെയ്തു പോയതാണ്. അല്ലാ നീ പൊറുക്കണേ നാഥാ. പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം, അവരുടെ തൗബയെ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. നീ കണ്ടു തീർത്ത സിനിമകളും നീ കണ്ടു തീർത്ത സീരിയലുകളും നീ കണ്ടു തീർത്ത ഹറാമായ കാഴ്ചകളും പടച്ച റബ്ബിലേക്ക് ഏറ്റു പറഞ്ഞ് അല്ലാഹുവേ നീ എനിക്ക് പൊറുക്കണേ അല്ലാ, നീ അല്ലാതെ മാപ്പ് ചെയ്യാൻ മറ്റാരുമില്ല എന്ന് പറഞ്ഞ് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരയുന്നതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം, അവരുടെ തൗബയെ അല്ലാഹു സ്വീകരിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ.